1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് ഇടുക. 1/2 കപ്പ് റവ, ഇത് വറുത്തതാണ് കേട്ടോ, വറുത്തില്ലേലും കുഴപ്പമില്ല. 1 സ്പൂൺ പഞ്ചസാര, 1/2 സ്പൂൺ നെയ്യ്. വെള്ളം പാവ് കാച്ചതാണ്. ഇത് ഇതിലോട്ട് ഒഴിക്കുക. ഇളക്കുക. ഇച്ചിരി ഏലക്ക പൊടിച്ചതാണ്, ഇതും കൂടെ ഇതിൻ്റെ അരിപ്പാകും ചേർക്കുക. ഇച്ചിരി ഉപ്പും സോഡാപ്പൊടിയാണ്, ഇച്ചിരി. ഇതാണ് ഇതിൻ്റെ കൂട്ട്. ഇത് റവയല്ലേ, ഇത് കുറച്ച് കുതിരണം. ഇത് കുതിരാൻ നമുക്ക് മാറ്റി വയ്ക്കാം. പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. തീ കത്തിച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇടുക. ഇതിലേക്ക് ഒരു വലിയൊരു ക്യാരറ്റാണ്. ഈ ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഇത് ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് വറ്റുക. സ്പൂൺ പഞ്ചസാര ഇത് ഇതിലോട്ടിടുക. ഇച്ചിരി ഏലക്ക പൊടിച്ചത് ഇടുക. ഇതും ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് ഇതിൻ്റെ രണ്ടിലെ വെള്ളം നന്നായി വരികണേ. ഇതിലെ വെള്ളം നന്നായി വറ്റി നന്നായി വഴണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രം എടുക്കുക, അതിലോട്ട് നെയ്യ് വറ്റും. കൂട്ടുണ്ടല്ലോ, അത് റവ കുതിർന്നിട്ടേ നന്നായി ഒരു ലേശം പാലൊഴിക്കും. ഇതാ ഈ വറ്റ കൂട്ടി ഞാൻ ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്. കൂട്ടിലേക്ക് ഇടാം. ഇത് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ നെയ്യ് പുരട്ടിയ പാത്രത്തിലോട്ട് ഒഴിക്കുക. ഇനി ഇതൊന്ന് ലെവൽ ചെയ്യാം. വരട്ടി വെച്ചിരിക്കുന്ന ക്യാരറ്റ്, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് അപ്പച്ചമ്പാണ്. ഇതിലോട്ട് ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റ് വേകട്ടെ.